ഹായ് ഓൾ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഒന്നുമില്ല, എനിക്കൊരു ചെറിയൊരു ജ്വല്ലറി ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിന് പോകുന്നതാണ് കേട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, അസ്ത്ര ട്രഡീഷണൽ സാരീസ് എന്ന് പറഞ്ഞിട്ട് അനു എന്ന് പറയുന്നൊരു എനിക്കറിയാവുന്നൊരു ചേച്ചിയുണ്ട്. ആളാണ് ശരിക്കും ഇത് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ എന്നും കൂടെ കൂട്ടുമായിരുന്നു. അപ്പം പ്രോഗ്രാമിൻ്റെ തലേദിവസം നൈറ്റ് ഞാൻ അവിടെ എത്തി. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. രാവിലെ 7 മണിക്ക് തന്നെ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു. പാക്കിങ്ങും ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഇതാണ് നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന തൃപ്പൂണിത്തുറയിലെ കളിക്കോട്ട പാലസ്. നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റോളിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അടുത്തുള്ള ശരവണ ഭവനിലേക്ക് പോയി പൊങ്കൽ കഴിച്ചു. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതെൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ ആയിരുന്നു. ഒരുപാടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഓർണമെൻറ്റ്സ് എന്നിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി വാങ്ങി. അതിനുശേഷം ചെറിയൊരു പ്ലേസിലേക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ വിശക്കാൻ തുടങ്ങിയല്ലോ. ഏകദേശം 3 മണിയൊക്കെ ആയി. ഞങ്ങൾ നേരെ ഞണ്ടും കൊഞ്ചും എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവരുടെ ബിൽഡിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുകൂടാതെ തന്നെ അവിടെ കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കടലിൽ തീം വെച്ചിട്ടുള്ളത്. ഞണ്ടും കൊഞ്ചും എന്ന് പറയുമ്പോഴേക്കും സീ ഫുഡാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ തീം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ടേബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ പണ്ടത്തെ തയ്യൽ മെഷീനുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു താഴോട്ടുള്ള പോർഷനാണ് ടേബിളിൻ്റെ അടിയിലായിട്ട് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നല്ലതായിരുന്നു. ഞങ്ങൾ സദ്യ തന്നെയാണ് എടുത്തത്. കൂടാതെ കുറച്ച് ചിക്കൻ ഫ്രൈയും പിന്നെ മീൻ പീരയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 2:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ സ്റ്റോളിലേക്ക് അധികം ആൾക്കാരെത്തില്ല എന്നൊരു രീതിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചധികം നേരം അവിടെ തന്നെ ഫുഡ് വരാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ സമയങ്ങൾ ഒരുപാട് കടന്നുപോയി. 4:30ആയി, 5:30ആയി, 6:30ആയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു മതിയാക്കാം, ഇറങ്ങാം എന്നുള്ള രീതി. കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം അനുശേഷിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞങ്ങൾ നേരെ തൃപ്പൂണിത്തുറ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നേരെ അനുശേഷിയുടെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗോടെ കഴിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.